ഹേ ഗൈസ്, അപ്പോൾ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒഫീഷ്യലായിട്ട് ഇന്നൊരു പോസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് എമ്പുരാൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഗൈസ് ഭയങ്കര എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിന് 3 റീസണാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ലാലേട്ടൻ, രണ്ടാമത്തെ പൃഥ്വിരാജ്, മൂന്നാമത്തെ മുരളി ഗോപി. ഈ 3 പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമായിരുന്നു ലൂസിഫർ. ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഓളം അത് പറയാതെ വയ്യ. ആ ഒരു സിനിമ എനിക്ക് തോന്നുന്ന ഒരു 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത, അതായത് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന സിനിമയായിരുന്നു ലൂസിഫർ. അപ്പം അത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റിനെ വെച്ചുകൊണ്ട് ഇത്ര കിടിലമായിട്ട്, അതായത് ഓർക്കണം, പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ലാലേട്ടൻ, മഞ്ജു വാര്യർ, ടൊവിനോ, സാനിയ, വിവേക് ഒബ്രോയ്, അങ്ങനെ മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരെയും അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അത്രയും സ്റ്റാർഡം നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ട് ആ സിനിമയിൽ ചെറിയ റോൾ ചെയ്തേക്കുന്ന ലാലേട്ടൻ്റെ കൂടെയുള്ള ആ ഒരു ആശ്രമത്തിൽ ഒരു തമിഴ് ക്യാരക്ടറായിട്ട് വരുന്ന ആ പുള്ളി, അതല്ലെങ്കിൽ അത്ര വലുതല്ലാത്ത ക്യാരക്ടർ കിട്ടിയേക്കുന്ന ബൈജു, അതുപോലെ തന്നെ എല്ലാവർക്കും, അതായത് ആ സിനിമയിൽ ആരൊക്കെ ഉണ്ട്, എന്തിന് നൈല ഉഷ, അവരൊക്കെ തന്നെ ചെറിയ ക്യാരക്ടറിലാണ് വരുന്നത്. പക്ഷെ ആ ചെറുതാണെങ്കിലും അവർക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഡെപ്ത്, അല്ലെങ്കിൽ അത് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഭയങ്കരമായിരുന്നു. എല്ലാ മേഖലയിലും മ്യൂസിക് ആയിക്കോട്ടെ, BGM ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി, ആക്ഷൻ, അങ്ങനെ എല്ലാ മേഖലയിലും ഒന്നിനൊന്നിനും മികച്ചു നിന്ന സിനിമയായിരുന്നു ലൂസിഫർ. അപ്പോൾ ആ ലൂസിഫർ സിനിമയുടെ 2ാം ഭാഗം, അതായത് മാർച്ച് 27-ന് വേൾഡ് വൈഡ് റിലീസാണ്. വേൾഡ് വൈഡ് റിലീസെന്ന് മാത്രമല്ല, 5 ഭാഷകളിലായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, 5 ഭാഷകളിലാണ് സിനിമ. എനിക്ക് തോന്നുന്നത് ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോയ്ക്ക് ശേഷം ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ചർച്ച ചെയ്യാൻ ചാൻസ് ഉള്ള, ഉറപ്പെന്നല്ല ഞാൻ പറയുന്നത്, ചാൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അമിത പ്രതീക്ഷ, സ്വാഭാവികമായിട്ട് ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വന്നേക്കുന്ന സിനിമകളെല്ലാം വളരെ മോശമാണ്. എനിക്ക് അതിനിടയ്ക്ക് ആകെ ഇഷ്ടപ്പെട്ട് എന്ന് പറയാനായിട്ട് നേര് സിനിമ അടിപൊളിയായിട്ട് തോന്നി. അതൊഴിച്ചാൽ അങ്ങനെ ഭയങ്കര സംഭവം തോന്നിയില്ല. മലൈക്കോട്ടെ വാലിബൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ പൊതുവെ ആളുകൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അത് പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിൽ വന്നേക്കുന്ന ആ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ അത് എൻജോയ് ചെയ്യുകയും ചെയ്ത്. സ്ലോ ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയ സിനിമയാണെങ്കിൽ പോലും എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഈ ലിസ്റ്റിൽ അത് കൂട്ടുന്നില്ല. ജനുവരി 30-ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന തുടരും സിനിമ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ റീസണൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലായിട്ട് തരുൺ മൂർത്തി തന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ടൊവിനോയുടെ ബർത്ത്ഡേയുടെ അന്ന് പൃഥ്വിരാജ്, ലാലേട്ടൻ, അതുപോലെ മുരളി ഗോപി, എല്ലാവരും, അതായത് ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും പൃഥ്വിരാജ് ടൊവിനോയുടെ ക്യാരക്ടർ പോസ്റ്റർ വെച്ചുകൊണ്ടായിരുന്നു ബർത്ത്ഡേ വിഷ് ചെയ്തത്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുൻപ് സിനിമയ്ക്കല്ല കേട്ടോ, സിനിമ ഇനി വരാനായിട്ട് ഇനി സമയം, അതായത് മാർച്ച് 27-ന് സിനിമ വരത്തുള്ളൂ. പക്ഷേ ഒരു സിനിമയെന്നോ ടീസറെന്നോ എങ്ങനെ വേണേൽ പറയാം. പക്ഷേ ഇത്രയും വെയിറ്റ് ചെയ്തേക്കുന്നത്, ഇതിനു മുൻപ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലിയോ ആയിരുന്നു. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ നായകനാക്കിയിട്ടുള്ള സിനിമ. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല പോലെ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും പൃഥ്വിരാജ് ഇപ്പോഴും പറയുന്നത് ഇതൊരു ചെറിയ സിനിമയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ അത് പറയുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ മുരളി ഗോപി കുറച്ച് ഇൻ്റർവ്യൂസിലൊക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന കുറേ ഇൻ്റർവ്യൂസിലൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ സ്കെയിൽ എന്താണെന്ന്. പക്ഷേ പുള്ളി ഭയങ്കര വീരവാദങ്ങളൊന്നും മുഴക്കുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ സ്കെയിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്ന കുറേ രാജ്യങ്ങളിലുണ്ട്. അമേരിക്ക ഉണ്ടായിരുന്നു, UK ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ UAE, ദുബായിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ റഷ്യയിലുണ്ടായിരുന്നു. അങ്ങനെ അതായത്
ലൂസിഫറിൻ്റെ അവസാനം റഷ്യ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടുതൽ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടാവാനാണ് ചാൻസ്. കുറേ രാജ്യങ്ങളിലും ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയണ്ടേ, ഇത്രയൊക്കെ പൈസ മുടക്കി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണം, ലൂസിഫർ സിനിമ പ്രൊഡക്ഷൻ ലാലേട്ടൻ്റെ തന്നെ ഓൺ പ്രൊഡക്ഷനായ ആശീർവാദ് സിനിമാസ് ആയിരുന്നു. ആൻ്റണി പെരുമ്പാവൂർ ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. സോ ആ ഒരു സിനിമ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ ഒക്കെ കയ്യിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ നേരെ മറിച്ച് എമ്പുരാൻ എന്ന് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം അവിടെ വന്നേക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ്. സ്വാഭാവികമായിട്ടും ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കഴിഞ്ഞ വന്നേക്കുന്ന സിനിമകളൊക്കെ എല്ലാം ഭയങ്കര ഹിറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. മോശം സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി തമിഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ബഡ്ജറ്റ് വൈസ് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെയാണ്, കേരളമാണ്, മലയാള സിനിമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് തമിഴിലോട്ടാണേലും തെലുങ്കിലോട്ടാണേലും കന്നഡയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ എന്താണ് പറയുന്നത്, അത്രയ്ക്കും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പം തെലുങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ബാഹുബലി, അതുപോലെ തന്നെ RRR, കന്നഡയിൽ നോക്കിക്കഴിഞ്ഞാൽ KGF, തമിഴിലേക്ക് വന്നാലും ഒരുപാട് സിനിമകളുണ്ട്. മലയാളത്തിൽ പൊതുവെ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ സിനിമകൾ വന്നേക്കുന്നത് കുറവാണ്. എനിക്ക് തോന്നുന്നത് ARM ടൊവിനോ നായകനായിട്ടുള്ള അജയൻ്റെ രണ്ടാം മോഷണം അത്യാവശ്യം നല്ല കുഴപ്പമില്ല. അത് മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൊഡക്ഷൻ വന്നേക്കുന്ന സിനിമയാണ്. അത് കഴിഞ്ഞ് മാർക്കോ. ഈ രണ്ട് സിനിമയാണ് എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വന്നേക്കുന്ന സിനിമകൾ. അപ്പം എന്തായാലും ആ ബഡ്ജറ്റിനെയൊക്കെ തകർക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ സിനിമ. ലൈക്ക പ്രൊഡക്ഷൻസ് സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും കാണാതെ അത്രയും പൈസ ഇറക്കാനായിട്ടുള്ള ചാൻസ് ഇല്ല. പിന്നെ മുരളി ഗോപി, പുള്ളിയുടെ സിനിമകൾ എന്താ പറയണ്ടേ, എല്ലാം ഭയങ്കര ഹിറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു റൈറ്റർ, പുള്ളിയുടെ സ്ക്രീൻ പ്ലേ, ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കരമാണ്. പിന്നെ പൃഥ്വിരാജിനെ പറ്റി എത്ര പറഞ്ഞാലും മതി വരത്തില്ല എനിക്ക്. അതായത് എന്താ പറയണ്ടേ, ഒരു നടൻ സംവിധായകനാകുന്നു എന്ന് പറയുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കിഡില ഐറ്റമായിട്ട് പുള്ളിയുടെ ആദ്യ സിനിമയായി ലൂസിഫർ ആയിക്കോട്ടെ, രണ്ടാമത്തെ സിനിമ നേരെ ഡിഫറൻ്റ് ആയിട്ട് ആ ഒരു സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത വളരെ ഫാമിലി കോമഡി മൂഡിൽ വന്നേക്കുന്ന ഒരു സിനിമയായിരുന്നു ബ്രോഡാഡി. അപ്പോൾ ആ സിനിമയും അത് OTT റിലീസായിരുന്നു. എനിക്ക് ആ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സംഭവം സിനിമ എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ പഴയ ഒരു ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമയായ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ടീസർ വരുന്നു എന്നറിയുമ്പോൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഭയങ്കര എക്സ്പെക്റ്റേഷൻ. എൻ്റെ അഭിപ്രായത്തിൽ പൃഥ്വിരാജ് എത്ര ഹൈപ്പ് കുറയ്ക്കാൻ ശ്രമിച്ചാലും 26-ാം തീയതി 7/7 റിലീസ് ചെയ്യുന്ന ടീസർ വന്നു കഴിയുമ്പം സോഷ്യൽ മീഡിയ കത്തും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കിണ്ണം കാഴ്ച ഐറ്റമായിരിക്കും വരുന്നത്. നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ സിനിമകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ വർഷം അത്യാവശ്യം നല്ല കുറേ പ്രോജക്റ്റുകൾ, നല്ല കുറേ ഡയറക്ടേഴ്സുമായിട്ടുള്ള സിനിമകൾ ഉണ്ട്. പ്രതീക്ഷയുണ്ട്. തരുൺമൂർത്തിയായിട്ടുള്ള സിനിമയിൽ ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സിനിമ മാറ്റിവെച്ച് സ്വാഭാവികമായിട്ട് ഇനിയിപ്പം മാർച്ചിലാണ് അടുത്ത റിലീസ് വരുന്നത്, 27-ാം തീയതി എമ്പുരാൻ. അപ്പോൾ എമ്പുരാൻ സിനിമ എന്തായാലും ആ മാർച്ച് 27 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എനിക്ക് തോന്നുന്നില്ല പാൻ ഇന്ത്യ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന് ക്ലാഷ് വെക്കാനായിട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. സ്വാഭാവികമായിട്ടും തമിഴിൽ നിന്നാണെങ്കിലും ലൈക്കൊക്കെ വന്നേക്കുന്നതുകൊണ്ട് അവിടെ അതായത് 5 ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ പിന്നെ ഈ സിനിമയ്ക്കകത്ത് എന്തൊക്കെ സസ്പെൻസാണ് ഒളിച്ചു വെച്ചേക്കുന്നത്, ഇനി ആരൊക്കെയാണ്, ഏതൊക്കെ നടന്മാരാണ് ഡോൺലി വരുന്നതെന്നൊക്കെ പറയുന്നത്. ഡോൺലിയൊക്കെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററൊക്കെ കത്തും, ഒരു സംശയം വേണ്ട. പക്ഷേ അത് ആ ഒരു പ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇങ്ങനെ റൂമേഴ്സ് വരാൻ നേരത്ത് അങ്ങനെ ആയാൽ നല്ലതായിരുന്നു. അറിയില്ല അതെന്താ അതിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും സിനിമ വേറെ ലെവലായിരിക്കും. പിന്നെ ലാലേട്ടൻ ഈ ഒരു നല്ലൊരു തിരിച്ചുവരവ് ആകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പാൻ ഇന്ത്യൻ ലെവലിലും സിനിമ ഹിറ്റാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 27-ാം തീയതി ജനുവരി 27, അതായത് 27/1/2025 വൈകുന്നേരം 7 PM എമ്പുരാൻ്റെ ഒഫീഷ്യൽ ടീസർ റിലീസാവുന്നത്. അപ്പോൾ എന്തായാലും
ടീസർ വരട്ടെ. ടീസർ വന്നു കഴിയുമ്പോൾ അതിന് നമുക്ക് റിയാക്ഷൻ എന്തായാലും ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ.